ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി കടല വറുത്തരച്ച കറി കാണാം. അതിന് വേണ്ടി തലേന്ന് തന്നെ ഒരു 2 ഗ്ലാസ് കടല നന്നായിട്ട് സോക്ക് ചെയ്ത് വെള്ളത്തിൽ ഓവർനൈറ്റ് ഇടണം. ഇന്നലെ വൈകുന്നേരം ഇട്ട കടല ഞാൻ ഇന്ന് വൈകുന്നേരമാണ് കറി വെക്കാൻ എടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി, വേവ് പെട്ടെന്നാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കാരണം ബ്രൗൺ കടലയ്ക്ക് നല്ല വേവാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് നമ്മൾ തന്നെ വീട്ടിൽ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് എളുപ്പത്തിന് വേണ്ടി അത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് നമുക്കൊരു 6 തൊട്ട് 7 വിസിൽ വരെ വരുത്തിയെടുക്കാം. അതേ സമയത്ത് തന്നെ നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് വേണ്ട തേങ്ങയിൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളം ബ്രൗൺ കളറാകുന്നിടം വരെ വഴറ്റിയെടുക്കുക. ചെറിയ തീയിലിട്ട് വേണം, വങ്ങിപ്പോകരുത്. അതിലേക്ക് നമുക്ക് വേണ്ട ഉള്ളിയും അതുപോലെ തന്നെ നമുക്ക് വേണ്ട കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കത് മിക്സിയുടെ ചെറിയ ജാറിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കോട്ടയംകാർ എന്ത് കറി വെച്ചാലും തേങ്ങാക്കൊത്ത് ഇറച്ചിക്കറി വെക്കുന്ന രീതിയിൽ എടുക്കാറുണ്ട്. നമുക്കത് ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് ഉപയോഗിക്കാം. എണ്ണയിലേക്ക് നമുക്ക് ചെറിയ കൊത്ത് തേങ്ങയിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ആയ പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു പോലുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു സവോള ചേർത്ത് കൊടുക്കാം. ഒരു സവോള ചേർത്ത് മൂപ്പിക്കുക. ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് ഓൾറെഡി നമ്മൾ കടലയിൽ ഇട്ടിട്ടുണ്ട്. ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വെന്ത കടല അതിലേക്ക് ആ ചാറോട് കൂടി ഒഴിച്ചു കൊടുക്കുക. പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് ചെറിയ തീയിൽ അതിലേക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ആവശ്യത്തിന് വേണ്ട കൺസിസ്റ്റൻസിക്ക് വേണ്ട വെള്ളം നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഫുള്ളി വെള്ള കളറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചേറെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ഉപ്പുമയം കൂടിയതുപോലെ തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് പാൽ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വറ്റിച്ചെടുക്കാം. ആവശ്യത്തിന് വേണ്ട വെള്ളവും ചേർത്ത് വറ്റിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച കടലക്കറി റെഡി ആയിട്ടുണ്ട്. വെള്ളക്കടല വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്. നമുക്ക് എല്ലാത്തിനും കോമ്പിനേഷനാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.